1971 ഇന്ത്യ പാക് യുദ്ധം. ആ യുദ്ധത്തിൽ വീരചരമമടഞ്ഞ ഒരു നേവൽ ക്യാപ്റ്റന്റെ കഥ നിങ്ങളേവരുടെയും അനുഗ്രഹാശസ്സുകളോടുകൂടി ഞങ്ങൾ ആരംഭിക്കട്ടെ. അലയാഴിയുടെ ആത്മാവിലേക്ക്. ഞങ്ങൾ വാഴപ്പള്ളി സെയിൻറ്റ് തെരേസാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ സുവോളജി അധ്യാപികയാണ്. ഞങ്ങൾ കഥാപ്രസംഗം കഴിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത്. കഥാപ്രസംഗം കഴിഞ്ഞ് ഇപ്പം സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി 3 ടീമും കൂടെ അവശേഷിക്കുന്നു. എ ഗ്രേഡ് കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ സ്കൂൾ യുവജനോത്സവ വേദികളിൽ അവതരിപ്പിച്ച കഥാപ്രസംഗം ഞാൻ എൻ്റെ കുട്ടിയെ പഠിപ്പിച്ച് ഞാൻ ഇവിടെ പങ്കെടുപ്പിക്കുകയായിരുന്നു. ഞാൻ തുടർച്ചയായി 5 വർഷം പറഞ്ഞ കഥയാണ്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ സബ് ജില്ലാ മത്സരങ്ങളിൽ ഞാൻ ഫസ്റ്റായിരുന്നു. ജില്ലയിൽ 2 പ്രാവശ്യം എനിക്ക് പോകാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ജില്ല കടന്ന് സംസ്ഥാന തലം വരെ എത്താൻ എനിക്ക് സാധിച്ചില്ല. സ്കൂൾ തലം കഴിഞ്ഞു, പിന്നീട് എനിക്കൊരവസരം കിട്ടിയില്ല. പക്ഷേ അത് ഞാൻ തിരികെ ഒരു അധ്യാപികയായി സ്കൂളിലെത്തിയപ്പോൾ ഞാൻ എൻ്റെ ശിഷ്യയിലൂടെ ഞാനത് നേടിയെടുത്തു എന്നുള്ളൊരു അഭിമാനം എനിക്കുണ്ട്. ഞങ്ങൾ അവതരിപ്പിച്ച കഥ ഞാൻ ഈ 5 വർഷങ്ങളിലും തുടർച്ചയായി 5 വർഷങ്ങളിൽ ഞാൻ അവതരിപ്പിച്ച കഥ ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായ ഒരു കപ്പൽ ദുരന്തത്തിൻ്റെ ഒരു കഥയായിരുന്നു. INS ഖുക്രി 1971 ഡിസംബർ 9-ാം തീയതി തകർക്കപ്പെട്ട INS ഖുക്രിയുടെ കഥയാണ് അവതരിപ്പിച്ചത്. സബ് ജില്ല കടന്ന് കോട്ടയം ജില്ലയെ റെപ്രസെൻ്റ് ചെയ്ത് ഞങ്ങൾ ഇന്ന് തൃശ്ശൂരിൽ 64ാമത് സംസ്ഥാന കലോത്സവത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരിക്കുകയാണ്. എൻ്റെ ശിഷ്യ നിങ്ങളോട് സംസാരിക്കും. ആദ്യമായിട്ടാണ് കഥാപ്രസംഗം ഇനത്തിൽ വരുന്നത്. ഇതുവരെ ഇങ്ങനൊരു ഇനം ചെയ്തിട്ടില്ല. ടീച്ചർ ആദ്യം വന്ന് പറഞ്ഞപ്പോൾ പോലും എനിക്ക് ആദ്യം വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കഥാപ്രസംഗം പറയാൻ. പിന്നെ ആദ്യം സബ് ജില്ലയിൽ പോയപ്പോൾ തൊട്ട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. അങ്ങനെയാണ് കഥാപ്രസംഗത്തിൽ വന്നത്. അപ്പോൾ പോലും ജില്ല കടക്കുമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ കഴിവും പരിശ്രമവും എല്ലാവരും കൊണ്ട് ടീച്ചറാണ് ഇതിൻ്റെ മുഴുവൻ ആൾ. ഒന്നും അല്ല. ടീച്ചറും കഥാപ്രസംഗം നന്നായിട്ട് പറയും. അതിൻ്റെ മുന്നിൽ ഞങ്ങളൊന്നുമല്ല. അപ്പോൾ ജില്ല കടന്ന് തൃശ്ശൂർ എത്തിയതിൽ ഞങ്ങൾ അതേ സന്തോഷിക്കുന്നു. ആർക്കും അങ്ങനെ കിട്ടത്തില്ല ഈ അവസരങ്ങളൊന്നും. ആ അവസരം ഞങ്ങൾ പ്രയോജനപ്പെടുത്തി. വലിയ ആഗ്രഹമായിരുന്നു സംസ്ഥാനം വരെ വരണമെന്ന്. അത് നേടിയെടുത്തു. 1971 ഇന്ത്യ പാക് യുദ്ധം. ആ യുദ്ധത്തിൽ വീരചരമമടഞ്ഞ ഒരു നേവൽ ക്യാപ്റ്റന്റെ കഥ നിങ്ങളേവരുടെയും അനുഗ്രഹാശസ്സുകളോടുകൂടി ഞങ്ങൾ ആരംഭിക്കട്ടെ. അലയാഴിയുടെ ആത്മാവിലേക്ക്. ഭാരതഭൂമിക്കു വേണ്ടി രക്തം ചിന്തി മരിച്ചവരെ പ്രണമിക്കുന്നു ഞങ്ങൾ ഭാരത പൗരന്മാർ. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു സംസ്ഥാന തലത്തിൽ വന്ന കഥാപ്രസംഗം പറയുക എന്നുള്ളത്. പക്ഷേ എനിക്ക് അത് നഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ശിഷ്യയിലൂടെ അത് ഞാൻ പഠിപ്പിച്ച കുട്ടിയിലൂടെ കഥാപ്രസംഗം എന്തെന്ന് അറിയാത്ത ഒരു കുട്ടിയെ അത് ആദ്യം മുതലേ പഠിപ്പിച്ചെടുത്ത് പറഞ്ഞ് ആദ്യത്തെ തവണ തന്നെ 1ാം സ്ഥാനത്ത് സംസ്ഥാന തലത്തിൽ വരുവാൻ സാധിച്ചതിൽ ഞാനൊരു അഭിമാനമായി കാണുന്നു. ദ്രോണാചാര്യർ പ്രശസ്തി നേടിയത് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ അർജുനനിലൂടെയാണ്. അതുപോലെ എൻ്റെ അർജുനനാണ് ശരിക്കും ഇവിടെ നിൽക്കുന്നത്. ഒത്തിരി അഭിമാനം, ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. നന്ദി.